സിനിമ ഒരു കാലത്തും ആരും മറക്കത്തില്ല. അത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു അദ്ദേഹവും അതിന് ഒരുപാട് അഭിമാനപൂർവ്വം പല സന്ദർഭങ്ങളിലും സുഹൃത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഉണ്ടായ നല്ല സിനിമകളിലൊന്ന് ആകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു അഭിമാനത്തോടെയാണ് പുള്ളി എപ്പോഴും അത് പറയാറുള്ളത്. അപ്പോൾ അദ്ദേഹം ശരിക്കും സംവിധാന രംഗത്തൊരു നഷ്ടമാണ്. ഇനി ഒരുപാട് ആ തരത്തിലുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരുപാട് വായനയൊക്കെ ഉള്ള ആളാണ്. ഒരുപാട് നല്ല സിനിമകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ സങ്കടത്തോടെ മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ പറ്റൂ. മലയാള സിനിമയിലൊരു 40 വർഷത്തോളം സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം നമ്മുടെ മുഖ്യധാര സിനിമകൾക്കും അതുപോലെ കലാമൂല്യമുള്ള ആർട്സ് സിനിമകളെന്ന് പറയുന്ന ഈ രണ്ട് വിഭാഗത്തിനുമിടയിലൊരു മധ്യവർത്തി സിനിമ അത് സാധ്യമാണ്. അത് ഏറ്റവും ജനപ്രിയമായി അവതരിപ്പിക്കാൻ പറ്റും എന്ന് കാട്ടിത്തന്ന ഒരു സംവിധായകൻ കൂടിയായിരുന്നു. വ്യക്തിപരമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളായിരുന്നു ഞാനുമായിട്ട്. ഞാൻ ചെന്നൈയിൽ താമസിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ അമ്പൽപ്പൂ എന്ന് പറഞ്ഞ ഫസ്റ്റ് പടം അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന കാലം മുതലുള്ളൊരു അടുപ്പമാണ്. പിന്നീട് അയനം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ജോൺ പോളാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ആ കാലത്തും അതിനുശേഷവും ഞാൻ സംവിധായകനായി. പിന്നീടും സ്ഥിരമായിട്ട് അദ്ദേഹമായിട്ടുള്ളൊരു അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഗീതാഞ്ജലി എൻ്റെ കൂടെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി ഒരു ബന്ധമുണ്ട്. മലയാള ചലച്ചിത്ര രംഗത്തെ മികച്ച സംവിധായകരിലൊരാളാണ് ശ്രീ ഹരികുമാർ. അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാള സിനിമാ രംഗത്ത് ഒരു തീരാ നഷ്ടമാണ്. MTയുടെ സുഹൃതം സിനിമ മലയാളത്തിലുണ്ടാക്കിയ ചലനം പ്രത്യേകം പറയേണ്ടതാണ്. നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സിനിമ, കേരളത്തിൽ മലയാളികളേറെ സ്നേഹിച്ച സിനിമകളൊന്നായിരുന്നു. ഒരുപാട് നല്ല സിനിമകൾക്ക് തുടക്കം കുറിക്കുകയും നമ്മുടെ മനസ്സുകളിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിലെന്നും നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഹരികുമാർ സാറ്. അദ്ദേഹത്തിനെക്കുറിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്നത് സുഹൃതം എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. അതിൻ്റെ ഒരു മേക്കിംഗ് ആണെങ്കിലും അത് എടുത്തിരിക്കുന്ന വിധം, ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എല്ലാം വളരെ നെഞ്ചിലോട്ട് ചേർത്ത് വയ്ക്കുന്ന സിനിമകളുടെ ഉടമസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പോലുള്ളവർ നമ്മളെ വിട്ടുപിരിയുമ്പോൾ തീർച്ചയായിട്ടും അത് താങ്ങാനാവാത്ത, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കും മലയാളികൾക്കും താങ്ങാനാവാത്ത ഒരു വിടവ് തന്നെയാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാനേ നമുക്കിപ്പോൾ കഴിയുള്ളൂ. വർക്കിംഗ് വന്ന് നല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മറ്റൊരു സ്വകാര്യത്തിലാണെങ്കിലും നിറച്ച് ഞാൻ വേണുചേട്ടനൊക്കെ, നാഗവള്ളി ചേട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ആണെങ്കിലും വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഡയറക്ടറും, നമ്മൾക്ക് ഒരു വളരെ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു വർക്കിംഗ് സപ്പോർട്ടോ എൻകറേജ്മെൻറ്റും വളരെയായിട്ട് തന്നെ തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനാണ്.